ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് എന്റെ ഫസ്റ്റ് ക്രിസ്മസ് ഇവിടെ എങ്ങനെ പരിപാടികളൊക്കെ. നമ്മുടെ സെലിബ്രേഷൻ അല്ലേ? വാ കാണിച്ചു. സോ നമ്മുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് നമ്മുടെ വിഷ് ട്രീ. ഇന്നത്തെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കുറച്ച് പാർട്സ്, കുറച്ച് വിഷസ് കാര്യങ്ങളും നമുക്ക് കാണുന്നത്. എന്താണ് ഈ വിഷ് ട്രീ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് AstraDM ഫൗണ്ടേഷന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ മിസ്റ്റർ ലത്തീഫ് സാറിന്റെ ക്യാബിനിലേക്ക് നമുക്ക് സാർ നമ്മുടെ മെയിൻ ലോബിയിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. വളരെ ക്രിസ്മസ് ട്രീ 10 years ആയിട്ട് അവിടെ നമ്മൾ എല്ലാ ക്രിസ്മസിനും വെക്കാറുണ്ട്. വിഷ് ട്രീ എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സാർ എന്താണ് ഈ വിഷ് ട്രീ എന്ന് പറയുന്നത്? വിഷ് ട്രീ എന്ന് പറയുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് സാന്താക്ലോസിന്റെ ആശയത്തിൽ നിന്ന് വന്നൊരു സംഗതിയാണ്. സാന്താക്ലോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സമ്മാനങ്ങളും സ്നേഹവുമായി മനുഷ്യരിലേക്കും കുഞ്ഞുങ്ങളിലേക്കും വരുന്ന ഒരു മാനവികതയുടെ മുഖം. അതുമാതിരി തന്നെ കൊച്ചി ആസ്റ്റ് തുടങ്ങിയ കാലമുണ്ട്. അതായത് ഏകദേശം 11 വർഷത്തോളായി, കഴിഞ്ഞ 10 വർഷമായി നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസിൽ ഒരു ട്രീ അവിടെ സെറ്റ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുക വിഷ് ട്രീ എന്നാണ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം കൊച്ചിയിലെ വിവിധ അനാഥാലയങ്ങളിലെ 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ നമ്മൾ നേരിൽ പോയി കാണുകയും അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ച് മനസ്സിലാവും. ആ ആഗ്രഹങ്ങൾ ചെറിയൊരു കുറിപ്പാക്കി ആ ട്രീയിൽ തൂക്കി. ഇവിടെ വരുന്ന രോഗിയുടെ ബന്ധുക്കൾ, ഡോക്ടർമാര്, മറ്റ് സ്റ്റാഫുകളെല്ലാം അത് വായിച്ചിട്ട് അവരെ കൊണ്ട് കഴിയുന്ന സമ്മാനങ്ങൾക്കുള്ള പൈസ ഒന്നിനും നമുക്ക് തരും. അല്ലെങ്കിൽ നമ്മളത് ആ ടോക്കൺ കൊണ്ടുപോയി അവർ ആ സമ്മാനങ്ങളായി വാങ്ങി പൊതിഞ്ഞ് നമ്മളിൽ കൊണ്ടുവന്നേൽപ്പിക്കും. ഇത് ആസ്റ്റർ കിഡ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധാരണക്കാരായ കുട്ടികളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഫൗണ്ടേഷനാണ് ഈ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഈ സംരംഭം നടത്തുന്നത്. എല്ലാ വർഷവും ഈ പദ്ധതിയുണ്ട്. ഈ വർഷം കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ 3 ഓർഫനേജുകൾ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലെ 61 പെൺകുട്ടികളെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അവരുടെ ആഗ്രഹങ്ങൾ എഴുതിയ ടോക്കണാണ് അവിടെ തൂക്കിയിട്ടുള്ളത്. നല്ല ഒരു പ്രതികരണമാണ് സ്റ്റാഫിൽ നിന്നും ഇവിടെ വരുന്ന രോഗികളുടെ ബന്ധുക്കളിൽ നിന്നും ഉണ്ടാവുന്നത്. ക്രിസ്മസ് കാലത്ത് നിർഭാഗ്യരായ ഇവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നാണ് ഈ വിഷ് ട്രീ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അഭംഗുരം എല്ലാ വർഷവും അത് തുടരും. സാർ ആഗ്രഹം എന്ന് പറഞ്ഞത് ആഗ്രഹങ്ങളാണ് നമ്മളവിടെ വിഷ് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാങ് ചെയ്തേക്കുന്നത്. സാർ എന്തൊക്കെയാണ് നമ്മൾ നോർമലി കണ്ടുവരാറുള്ള അതിനകത്ത് വിഷ് ആയിട്ട് വരാറുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? തുടക്കകാലത്ത് നിങ്ങൾ പറയുന്ന മാതിരി നമുക്കൊരു കൗതുകം ഉണ്ടാകും. വലിയ ആഗ്രഹങ്ങൾ പറയുകയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സാധിച്ചു കൊടുക്കും. പക്ഷെ നമ്മളെല്ലാവരും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് നിഷ്കളങ്കതയുടെ പര്യായ. അവരുടെ ആഗ്രഹങ്ങൾ വളരെ നിസ്സാരമാണ്. ഈ വർഷത്തെ ആഗ്രഹങ്ങൾ ചെറിയ കുരിശ്, വള, മേക്കപ്പ് സെറ്റ്, ഒരു ജോഡി ഫ്രോക്ക്, ഒരു ജോഡി പുതിയ ഷൂ, ഒരു ജോഡി ചപ്പൽ, അങ്ങനെ നിസ്സാരങ്ങളായിട്ടുള്ള ചെറിയ പൈസ കിട്ടുന്ന ആഗ്രഹങ്ങൾ മാത്രമേ കുട്ടികളുള്ളൂ. മുതിർന്ന മനുഷ്യരോ വലിയ ആളുകളെ പോലെ സമാന ലോകത്ത് ഗ്രീഡി അല്ലെങ്കിൽ ആർത്തിയുള്ള ആളുകളല്ല കുഞ്ഞിനും. അവര് നിഷ്കളങ്കരാണ്, അവര് ചെറിയ ആഗ്രഹങ്ങളാണ്. അത് ഞങ്ങളുടെ ആചാര്യവൃത്തി. അത് എല്ലാ വർഷവും പല പല അനാഥാലയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാ അനാഥാലയങ്ങളും, ഏത് അനാഥാലയത്തിൽ പോയാലും കുട്ടികളുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതാണ്. അത് സാധിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, അതാണ് ഈ പദ്ധതികൾക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംതൃപ്തി.